അപ്പൊ കൂട്ടരെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പാവയ്ക്ക കൊണ്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. ഈ സാധനം ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടമല്ല, ഇതിന്റെ കയ്പ് കാരണം. പക്ഷെ നമുക്ക് അതൊന്നും ഇല്ലാത്ത രീതിയിൽ കൊച്ചുങ്ങൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കിയാലോ. അതിന് എന്നും പറയുന്ന പോലെ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ ഒരു ഇരുമ്പ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിവേപ്പില. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പൊ സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് 2 ചെറിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കും. തക്കാളിയും ചെറുതായിട്ട് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പാവയ്ക്കാണ് പൊടിയായിട്ട് അരിഞ്ഞെടുത്താണ്, അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരക പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമ്മളൊരു അരപ്പ് തയ്യാറാക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു അരമുറി തേങ്ങ നമ്മളിപ്പോൾ കഴുത്തി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി. ഇത് നമുക്ക് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ കൂട്ടുകാരെ, ഇത് നിങ്ങൾ ഇതേണൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടം നിങ്ങൾ ഈ രീതി ചെയ്ത് നോക്കും. ഇഡ്ഡലിയാണ്, അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ഇഷ്ടമല്ലാത്തവരും ഈ പാവയ്ക്ക ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മളിത് കഴിച്ചു പോകും. നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് നമ്മളിന്നോട് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ കൂട്ടുകാരെ. അപ്പൊ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ, നമ്മള് തോരനൂടെ പാവയ്ക്ക തോരനൂടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇതേപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.